എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. റീസെൻ്റ് ആയിട്ട് നടന്ന ഒരു ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ ഇതിനകത്ത് 20 GK ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് മാത്രമാണ് നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി ആണ്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ ഓറൽ മെഡിസിൻ ആൻഡ് റേഡിയോളജി. ഓക്കെ, മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് ആയിരുന്നു. മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഡിസംബർ 5 2018 നടന്ന എക്സാം ആയിരുന്നു ഇത്. ഓക്കെ, സോ ആദ്യത്തെ ചോദ്യം, ദ സ്റ്റഡി ഓഫ് സ്ട്രക്ചർ ഓഫ് അറ്റ്മോസ്ഫിയർ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് വെദർ ആൻഡ് ക്ലൈമറ്റ്സ് ആൻഡ് ക്ലൈമാറ്റിക് ടൈപ്സ് ആൻഡ് റീജിയൻസ് ആർ കോൾഡ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിനെ പറ്റിയും എലമെൻറ്റ്സ് ഓഫ് വെദറിനെ പറ്റിയും കാലാവസ്ഥയുടെ ഓരോ എലമെൻറ്റ്സിനെ പറ്റിയും ക്ലൈമറ്റ്സിനെ പറ്റിയും ക്ലൈമാറ്റിക് ടൈപ്പിനെ പറ്റിയും ഒക്കെ പഠിക്കുന്നത് ഏതാണ്? ക്ലൈമറ്റോളജി, ഹൈഡ്രോളജി, ജിയോമോർഫോളജി, സോയിൽ ജോഗ്രഫി. ഇതിലേതാണ്? ഓപ്ഷൻ എ ആണ്, ക്ലൈമറ്റോളജി. അടുത്ത ക്വസ്റ്റ്യൻ, എഴുത്തച്ഛൻ പുരസ്കാരം ഈസ് ദ ഹയസ്റ്റ് ലിറ്റററി അവാർഡ് ഓഫ് വിച്ച് സ്റ്റേറ്റ്? ഏത് സ്റ്റേറ്റിൻ്റെ ഹയസ്റ്റ് ലിറ്റററി അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം? ആന്ധ്രാപ്രദേശ്, തമിഴ്നാടു, കേരള, കർണാടക. ഏതാണ്? കേരള. നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും വലിയ ലിറ്റററി അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം. ഇനി ആർക്കാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്? നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ദ ഗോൾഡൻ ബോൾ അവാർഡ് ഈസ് ഗിവൺ ടു വിച്ച് പ്ലെയർ ഇൻ ദ ഫിഫ വേൾഡ് കപ്പ് 2018? ഈ ഗോൾഡൻ ബോൾ അവാർഡ് നമ്മൾ കുറച്ച് മുമ്പ് വേറൊരു റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് തന്നെ അത് റിപ്പീറ്റ് ചെയ്തതായിട്ട് നമുക്കിപ്പോൾ കാണാൻ കഴിഞ്ഞു. റൊണാൾഡോ, ലയണൽ മെസ്സി, എംബാപ്പെ, ലൂക്ക മോഡ്രിക്. ആർക്കാണ് ഗോൾഡൻ ബോൾ അവാർഡ് ലഭിച്ചത്? ഗോൾഡൻ ബോൾ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി. ഓക്കെ, അതായത് ലൂക്ക മോഡ്രിക്കിനാണ് ലഭിച്ചത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ് ക്യാൻ ബി ടേംഡ് ആസ് ഫിസിക്കൽ ഫീച്ചർ? ഫിസിക്കൽ ഫീച്ചർ എന്ന് പറയാവുന്ന ഫീച്ചർ ഏതാണ്? പോർട്ട്, റോഡ്, പ്ലെയിൻ, വാട്ടർ പാർക്ക്. ഇതിനകത്ത് പ്ലെയിൻ അഥവാ സമതലം, അതാണ് കറക്റ്റ് ആൻസർ. ഒരു ഫിസിക്കൽ ഫീച്ചർ എന്ന് പറയുന്നത്. ഹു വാസ് പോപ്പുലർലി നോൺ ആസ് ഫ്രോണ്ടിയർ ഗാന്ധി? അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഹു വാസ് പോപ്പുലർലി നോൺ ആസ് എന്താണ്? ഫ്രോണ്ടിയർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, മഹാത്മാഗാന്ധി, ഹസ്രത് മൊഹാനി. ആരാണ് അറിയപ്പെടുന്നത്? നമുക്കറിയാം, ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ. ഹു വാസ് നോൺ ആസ് ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ? ട്രാവൻകൂറിൻ്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? അക്കാമ ചെറിയാൻ, അന്ന ചാണ്ടി, KR ഗൗരിയമ്മ, ഫാത്തിമ ബീവി. ഇതിലാരാണ് ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് അറിയപ്പെടുന്നത്? ആരാണ് ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ? അത് അക്കാമ ചെറിയാനാണ്. ഓക്കെ, അക്കാമ ചെറിയാൻ ജോൺ ഓഫ് ദ ആർക്ക് ഓഫ് ട്രാവൻകൂർ എന്നും അറിയപ്പെടുന്നുണ്ട്. ജോൺ ഓഫ് ആർക്ക് ഓഫ് കേരള എന്നും അറിയപ്പെടുന്നുണ്ട് അക്കാമ ചെറിയാൻ. ഈ ഝാൻസി റാണി ഓഫ് ട്രാവൻകൂർ എന്ന് അവരെ ആരാണ് വിശേഷിപ്പിച്ചത്? പ്ലീസ് കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെഷൻ. Which one of the following is the most important constituent of the atmosphere for human beings? ഓക്കെ, അറ്റ്മോസ്ഫിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസ്റ്റിറ്റ്യുവൻ്റ് ഏതാണ്? വാട്ടർ വേപ്പർ, ഡസ്റ്റ് പാർട്ടിക്കിൾ, നൈട്രജൻ, ഓക്സിജൻ. ഇതിൽ ഹ്യൂമൻ ബീയിങ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണ്? ഓക്സിജൻ ആണ്. ഓക്സിജൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് ഇന്ത്യൻ ലീഡർ എലക്റ്റഡ് ടു ദ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ? കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യൻ ലീഡർ ആരായിരുന്നു? കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിലേക്ക് എലക്ട് ചെയ്യപ്പെട്ടത് ജവഹർലാൽ നെഹ്റു, സർദാർ വല്ലഭായ് പട്ടേൽ, PC ജോഷി, MN റോയ്. ആരായിരുന്നു? ഓപ്ഷൻ ഡി അഥവാ MN റോയ് ആണ് ദ ഫസ്റ്റ് ഇന്ത്യൻ ലീഡർ ഹു വാസ് എലക്റ്റഡ് ടു ദ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ. ഓക്കെ, അടുത്ത ചോദ്യം, ഹു ഈസ് ദ ലേറ്റസ്റ്റ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നർ? ആരാണ് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് വിന്നർ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് അമിതാഭ് ബച്ചൻ, അടൂർ ഗോപാലകൃഷ്ണൻ, വിനോദ് ഖന്ന, ജയരാജ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? വിനോദ് ഖന്ന. ഓക്കെ, ദ എയർ ദാറ്റ് കണ്ടെയ്ൻസ് മോയിസ്ചർ ടു ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി. ദ എയർ ദാറ്റ് കണ്ടെയ്ൻസ് മോയിസ്ചർ ടു ഇറ്റ്സ് ഫുൾ കപ്പാസിറ്റി. ഏതാണ് ഏറ്റവും കൂടുതൽ മോയ്സ്ചറുള്ള എയർ എന്ന് പറയുന്നത്?
റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, അബ്സല്യൂട്ട് ഹ്യൂമിഡിറ്റി, സാച്ചുറേറ്റഡ് എയർ. എന്താണ് മാക്സിമം ഫുൾ കപ്പാസിറ്റിയിൽ മോയ്സ്ചർ കാണപ്പെടുന്നതിന് എന്താണ് പറയുന്നത്? സാച്ചുറേറ്റഡ് എയർ എന്നാണ് പറയുന്നത്. സാച്ചുറേറ്റഡ് എയർ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഈസ് ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ വേൾഡ് ജൂനിയർ അത്ലറ്റിക്സ്? വേൾഡ് ജൂനിയർ അത്ലറ്റിക്സിൽ ഗോൾഡ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വുമൺ ആരാണ്? പി.ടി. ഉഷ, ഹിമ ദാസ്, എം.ഡി. വത്സമ്മ, മേരി കോം എന്നിവരാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ ടു വിൻ ഗോൾഡ് മെഡൽ ഇൻ വേൾഡ് ജൂനിയർ അത്ലറ്റിക്സ്. ജൂനിയർ അത്ലറ്റിക്സിൽ ലഭിച്ചത് ആർക്കാന്ന് പറയാം? ജൂനിയർ അത്ലറ്റിക്സിൽ ലഭിച്ചത് ഹിമ ദാസിനാണ്. ഹിമ ദാസ്. ഓക്കെ. ഇനി in which river ശബരിഗിരി ഹൈഡ്രോഇലക്ട്രിക് പ്രോജക്റ്റ് ഈസ് ലൊക്കേറ്റഡ്? ഏത് റിവറിലാണ് ശബരിഗിരി ഹൈഡ്രോഇലക്ട്രിക് പ്രോജക്റ്റ്? ആ പേരിൽ നിന്ന് തന്നെ കിട്ടും. ശബരിഗിരി ഹൈഡ്രോഇലക്ട്രിക് പ്രോജക്റ്റ് ഏത് റിവറിലാണ്? പെരിയാർ, നെയ്യാർ, പമ്പ, ഭവാനി. ഏതിലാണ്? പമ്പ. The year in which the Other question. The session in which Mahatma Gandhi was elected as the President of Indian National Congress. മഹാത്മാ ഗാന്ധി INCയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് സെഷനിലായിരുന്നു? INCയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഓക്കെ. ബോംബെ, കൽക്കട്ട, കറാച്ചി, ബെൽഗാം. ഇതിൽ ഏത് സെഷനിലായിരുന്നു മഹാത്മാഗാന്ധി പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്? അത് ബെൽഗാം സെഷനിലായിരുന്നു. ദ ഇയർ ഇൻ വിച്ച് പാർട്ടീഷൻ ഓഫ് ബംഗാൾ വാസ് ക്യാൻസൽഡ് ബൈ ദ ബ്രിട്ടീഷ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ബ്രിട്ടീഷുകാർ ക്യാൻസൽ ചെയ്തത് ഏത് വർഷമായിരുന്നു? 1911, 1905, 1909, 1907. ഏതാണ്? 1911 ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഹു വാസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള? അടുത്ത ചോദ്യമാണ്, ഹു വാസ് ദ ഫസ്റ്റ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഓഫ് കേരള? എ. വി.ആർ. കൃഷ്ണയ്യ, ജോസഫ് മുണ്ടശ്ശേരി, സി. കേശവൻ, ശങ്കരനാരായണൻ. ആരാണ് കേരളത്തിൻ്റെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ? കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറയുന്നത് ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഓക്കെ, ജോസഫ് മുണ്ടശ്ശേരി. ഇനി ആരാണ് ഇന്ത്യയുടെ തന്നെ ആദ്യത്തെ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ എന്ന് പറയുന്നത്? അത് മൗലാന അബുൽ കലാം ആസാദാണ്. അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയ നവംബർ 11 ആണ് നാഷണൽ എഡ്യൂക്കേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ ഡേ വരുന്നത്. ഓക്കെ. അടുത്തത് ദ സതേൺ മോസ്റ്റ് ഫ്രഷ് വാട്ടർ ലഗൂൺ ഇൻ കേരള. ദ സതേൺ മോസ്റ്റ് ഫ്രഷ് വാട്ടർ ലഗൂൺ ഇൻ കേരള. ഏതാണ് സതേൺ മോസ്റ്റ് ഫ്രഷ് വാട്ടർ ലഗൂൺ? ആക്കുളം, ദെൻ വേളി, വെള്ളായണി, വേമ്പനാട്. ഇതിലേതാണ് സതേൺ മോസ്റ്റ് ഫ്രഷ് വാട്ടർ ലേക്ക്? സതേൺ മോസ്റ്റ് എന്ന് പറയുന്നത് വെള്ളായണി ലേക്കാണ്. വെള്ളായണി ലേക്ക്. ഓക്കെ. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സാധുജന പരിപാലന സംഘം? സാധുജന പരിപാലന സംഘത്തിൻ്റെ SJPSൻ്റെ ഫൗണ്ടർ ആരാണ്? ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് സാധുജന പരിപാലന സംഘം? പണ്ഡിറ്റ് കറുപ്പൻ, അയ്യങ്കാളി, ശ്രീനാരായണ ഗുരു, സുബ്ബരായൻ. ആരായിരുന്നു? അയ്യങ്കാളി. ശ്രീ അയ്യങ്കാളിയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ സ്ഥാപകൻ. അടുത്തത് ദ സ്പിരിച്വൽ ലീഡർ ഓഫ് കേരള ഹു എക്സ്പ്ലെയിൻ ദ മീനിങ് ഓഫ് ചിന്മുദ്ര ടു സ്വാമി വിവേകാനന്ദ. ഓക്കെ, ആരാണ് ചിന്മുദ്രയെ പറ്റി സ്വാമി വിവേകാനന്ദന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത കേരളീയ ലീഡർ? കേരളീയ നവോത്ഥാന നേതാവ് അല്ലെങ്കിൽ കേരളീയ സ്പിരിച്വൽ ആത്മീയ നേതാവ് ആരായിരുന്നു? ബോധേശ്വര, വൈകുണ്ഠ സ്വാമികൾ, വാഗ്ഭടാനന്ദ, ചട്ടമ്പി സ്വാമികൾ. ആരാണ്?
the spiritual leader of Kerala who explained the meaning of Chinmudra to Swami Vivekananda. അദ്ദേഹം ഒരു തവണയാണ് കേരളത്തിൽ വന്നിട്ടുള്ളത്. അത് ആരെ കാണാൻ വേണ്ടിയിട്ടാണ്? ചട്ടമ്പി സ്വാമികളെ കാണാനായിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ഡി ചട്ടമ്പി സ്വാമികളാണ് കറക്റ്റ് ആൻസർ. അപ്പോൾ അദ്ദേഹമാണ് ഇങ്ങനെ കമൻറ്റ് ചെയ്തത്. കേരളത്തിൽ പോയിട്ട് ഞാൻ അവിടെ ഒരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കമൻറ്റ് ചെയ്യുകയുണ്ടായി, സ്വാമി വിവേകാനന്ദൻ. അടുത്തത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് ബോൺ അറ്റ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ വാസ് ബോൺ അറ്റ് മാന്നാനം, കൈനക്കരി, കൊല്ലം, പള്ളിപ്പുറം. അദ്ദേഹം എവിടെയാണ് ജനിച്ചത്? കൈനക്കരിയിലാണ് അദ്ദേഹം ജനിച്ചത്. The movement started at Cherai was known as ചെറായിൽ സ്റ്റാർട്ട് ചെയ്ത മൂവ്മെൻറ്റ് എന്തെന്നാണ് അറിയപ്പെടുന്നത്? സഹോദര സംഘം, കല്ലുമാല സമരം, മലയാളി മെമ്മോറിയൽ, ഈഴവ മെമ്മോറിയൽ. ഇതിലേതാണ് ചെറായിൽ സ്റ്റാർട്ട് ചെയ്ത്? ചെറായിൽ സഹോദരൻ അയ്യപ്പൻ അദ്ദേഹം സ്ഥാപിച്ചതാണ് സഹോദര സംഘം. ഓക്കെ, സോ ഇത്രയാണ് ഇതിലെ 20 ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യാം. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റുകളും ഫേസ്ബുക്ക് പേജ് അങ്ങനെയുള്ളതിൻ്റെ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതെല്ലാം വാച്ച് ചെയ്യാവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യാൻ മറക്കരുത്. ആൻഡ് നിങ്ങൾക്ക് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.